ഹലോ ചിൽഡ്രൻ, എല്ലാവർക്കും സുഖമില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റിയൽ നമ്പേഴ്സ്. ഫസ്റ്റ് ചാപ്റ്ററാണ്, റിയൽ നമ്പേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിയൽ നമ്പർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലോടിയത് നിങ്ങൾ ലാസ്റ്റ് ഇയർ അതായത് 9th ക്ലാസ്സിൽ നമ്പർ സിസ്റ്റം പഠിച്ചു. ഓക്കെ, 8ാം ക്ലാസ്സിൽ റാഷണൽ നമ്പേഴ്സും പഠിച്ചു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് എന്ന് എഴുതിയത്. എങ്കിലും ഞാൻ ഒന്നും കൂടി നമ്പർ സിസ്റ്റം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന നമ്പർ സിസ്റ്റം ഏതാണ്? നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ? ആദ്യം നമ്മൾ എണ്ണാൻ പഠിക്കുന്നത്. ദാറ്റ് ഈസ് 1 2 3 4 5 എക്സെട്ര. 1 2 3 4 ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. അതിന് നമ്മൾ എന്ത് വിളിക്കും? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. അടുത്ത നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചത് ഏതാണ്? ഇവിടെ 1-ന് ഇപ്പുറത്തൊരു നമ്പറോട് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 0 0 1 2 3 4. ഇവിടെയും ഗ്രേറ്റസ്റ്റ് നമ്പർ നമുക്ക് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടും. അപ്പോൾ ഏതാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്ത് കണ്ടുപിടിച്ചത്? 0ക്ക് താഴെ നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. സോ ആ നമ്പേഴ്സാണ് നെഗറ്റീവ് നമ്പേഴ്സ്. ഇങ്ങനെ പോവാണ്, റൈറ്റിൽ പോസിറ്റീവ് നമ്പേഴ്സ്. ഈ നമ്പർ സിസ്റ്റത്തിന് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? ഇൻറ്റിജേഴ്സ്. ഓക്കെ, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നെഗറ്റീവ് ഇൻറ്റിജർ? ഇസ് -1 ആണ് നെഗറ്റീവ് നമ്പറിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ. ഇതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ നമ്മൾ വീണ്ടും വേറൊരു ടൈപ്പ് നമ്പർ സിസ്റ്റം കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, റാഷണൽ നമ്പർ എന്താണ്? നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റിയ എല്ലാ നമ്പേഴ്സിനും ആണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? റാഷണൽ നമ്പേഴ്സ്. വേർ P ആൻഡ് Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. ഈ നമ്പേഴ്സിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ റാഷണൽ നമ്പേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇനി ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മളിപ്പോൾ സപ്പോസ് ഒരു നമ്പർ നമ്മൾ 10/2 സിമ്പിൾ നമ്പർ, കോഷ്യൻ റിമൈൻഡർ ഇസ് 0. അപ്പോൾ 10/2ൻ്റെ റിമൈൻഡർ 0 ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ടെർമിനേറ്റിംഗ് ഡെസിമൽ ഫോം ആണെന്ന് വിളിച്ചു. അപ്പോൾ റാഷണൽ നമ്പർ എങ്ങനെയെല്ലാം വരാം? ഇനി വേറെ ടൈപ്പ് നമ്പേഴ്സ് ഉണ്ട്. സപ്പോസ് യു ഡിവൈഡ് 10/3 യു ഗെറ്റ് 391.391.3. ഇറ്റ് വിൽ ഗോ ഓൺ. ദാറ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ എന്ത് വിളിച്ചു? റാഷണൽ നമ്പേഴ്സിൻ്റെ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എങ്ങനെയെല്ലാം വരാം? ഐദർ ടെർമിനേറ്റിംഗ് ഓർ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. മനസ്സിലായല്ലോ? ഈ രണ്ട് ഫോമാറ്റിലാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, റാഷണൽ നമ്പേഴ്സ് ആർ എയ്തർ ടെർമിനേറ്റിംഗ് ഓർ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. ഈ ഫോമിൽ മാത്രമേ റാഷണൽ നമ്പേഴ്സ് വരത്തുള്ളൂ, അതിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ വരുമ്പോഴാണ് വേറൊരു നമ്പർ സെറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെർമിനേറ്റ് ചെയ്യുകയില്ല, റിപ്പീറ്റ് ചെയ്യത്തുമില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഇർറാഷണൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ √2, √3, √5, these type of numbers. But what is √4? It is 2. 2 means 2/1. It is a rational number. Okay, അപ്പോൾ ഇതൊക്കെ നമ്മൾ 9th ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചു. അതുപോലെ തന്നെ വേറൊരു ഗുഡ് എക്സാമ്പിൾ ഫോർ ഇർറാഷണൽ നമ്പർ ഇസ് പൈ. പൈയുടെ വാല്യൂ ഇർറാഷണൽ ആണ് ബിക്കോസ് ഇറ്റ് ഇസ് നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ്. ഇതെല്ലാമാണ് നമ്മൾ ഓൾറെഡി 9th ക്ലാസ്സിൽ പഠിച്ചത്. ആൻഡ് ഈ നമ്പർ സിസ്റ്റംസ്, വാട്ട് ആർ ദ നമ്പർ സിസ്റ്റം? നാച്ചുറൽ നമ്പേഴ്സ്, whole numbers and integers and rational numbers and irrational numbers. അപ്പോൾ ചില കുട്ടികൾക്ക് ഇറാഷണൽ നമ്പർ എപ്പോഴും ഒരു ഡൗട്ടുള്ള കുട്ടികളുണ്ട്. ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത സ്ക്വയർ റൂട്ട് നമ്പേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയർ നിങ്ങൾക്കറിയാം, 1 × 1 1 ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. 2 സ്ക്വയർ 4 ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത സ്ക്വയർ റൂട്ട് നമ്പേഴ്സ് എല്ലാം എന്താണ്? ഇറാഷണൽ നമ്പേഴ്സാണ്. അങ്ങനെ ഈ എല്ലാ നമ്പർ സിസ്റ്റവും കം അണ്ടർ റിയൽ നമ്പർ സിസ്റ്റം. കണ്ടോ, റിയൽ നമ്പേഴ്സ്. ഇതിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ റാഷണൽ വരാം, ഇറാഷണൽ വരാം, എല്ലാം വരാം. ഓക്കെ, അപ്പോൾ ഈ 10th ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് 2 തിയറംസ് പറയുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ആരാണെന്നറിയാമോ? നിങ്ങൾ കേട്ടിട്ടുള്ള ആളാണ്. വാസ് എ വെരി ഫേമസ് മാത്തമെറ്റീഷ്യൻ കോൾഡ് യൂക്ലിഡ്. അപ്പോൾ യൂക്ലിഡാണ് 2 തിയറം ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് തിയറം ഈസ് യൂക്ലിഡ്സ് ഡിവിഷൻ ആൽഗരിതം. ഓക്കെ, അപ്പോൾ ഈ യൂക്ലിഡ്സ് ഡിവിഷൻ ആൽഗരിതം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് പുതിയതായിട്ടൊന്നും കേൾക്കുന്നില്ല, ഓൾറെഡി നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള തന്നെയാണ്. ദാറ്റ് ഈസ് ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റിജർ. വേരിയബിളൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. എ ബി എനി പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ബൈ അനദർ പോസിറ്റീവ് ഇൻറ്റിജർ ബി. സോ ഇറ്റ് ലീവ്സ് എ റിമൈൻഡർ ആർ ആൻഡ് എ കോഷ്യൻറ്റ്. ഓക്കെ, അതായത് ഡിവിഡൻഡ് ഈക്വൽ ടു divisor into quotient, QUOT.
റൈറ്റ്, പ്ലസ് റിമൈൻഡർ. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? നമ്മൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ പഠിച്ചു തുടങ്ങി കേൾക്കുന്ന സാധനമല്ലേ? ഇത് തന്നെയാണ് യൂക്ലിഡ് പറഞ്ഞിരിക്കുന്നത്. ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. അവിടെ നമ്മളൊരു വേരിയബിൾ ഡിവിഡൻറ്റിന് എ എന്നും ഡിവൈസർ ബി ഇൻറ്റു കോഷ്യൻറ്റ് ക്യൂ പ്ലസ് റിമൈൻഡർ. ഇതാണ്. ഇതിലൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. ആ കണ്ടീഷൻ നിങ്ങൾക്കറിയാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്കൂ, 15 ഡിവൈഡഡ് ബൈ 2. ഇത് കാണിച്ചു തന്നിട്ട് ഞാൻ ആ കണ്ടീഷൻ അവിടെ എഴുതാം. വാട്ട് ഈസ് ദ ആൻസർ? 7. വാട്ട് ഈസ് ദ റിമൈൻഡർ? 1. റൈറ്റ്. അപ്പോൾ ദിസ് നമ്പർ ഈസ് കോൾഡ് ഡിവിഡൻഡ്. ഇനി ഡിവിഡൻഡ് ഏതാണെന്ന് മറന്നുപോയ കുട്ടികൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച വലിയ ക്ലാസ്സിൽ വരുമ്പോൾ ചിലതൊക്കെ അങ്ങ് മറന്നുപോകും. നോ പ്രോബ്ലം. ദിസ് ഈസ് ഡിവിഡൻഡ്. ദിസ് ഈസ് ഡിവൈസർ. ദ നമ്പർ ബൈ വിച്ച് എ നമ്പർ ഈസ് ഡിവൈഡഡ്, ദാറ്റ് ഈസ് ദ ഡിവൈസർ. ഇത് രണ്ടും നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം, കോഷ്യൻറ്റും റിമൈൻഡറും. നമുക്ക് ഈ റിമൈൻഡറിൻ്റെ കണ്ടീഷൻ ഒന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഈ റിമൈൻഡർ, ഈ നമ്പർ ഇതിൻ്റെ ഫാക്ടർ ആണെങ്കിൽ ഈ റിമൈൻഡർ എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. അല്ലെങ്കിലോ റിമൈൻഡർ ഓൾവേസ് ലെസ് ദാൻ ഡിവൈസറേ വരത്തുള്ളൂ. നിങ്ങൾ ഏത് നമ്പർ ഡിവൈഡ് ചെയ്താലും മനസ്സിലാക്കാം, റിമൈൻഡർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ ഡിവൈസർ. അപ്പോൾ അവിടെ ഒരു കണ്ടീഷനുണ്ട്. ഇനി റിമൈൻഡർ എന്തൊക്കെ ആകാം? ഈ നമ്പർ ഇതിൻ്റെ ഫാക്ടർ ആണെങ്കിൽ റിമൈൻഡർ 0 ആകാം. അല്ലെങ്കിലോ ആരേക്കാൾ വലുതായിട്ട് വരും? ഏതിനേക്കാൾ വലുതായിട്ട് വരുമെന്ന് നോക്കൂ. റിമൈൻഡർ 0-നേക്കാൾ ബിഗ്ഗറായിട്ടേ വരത്തുള്ളൂ. ഒരിക്കലും എയ്തർ റിമൈൻഡർ 0 ഓർ ഗ്രേറ്റർ ദാൻ 0. പക്ഷേ റിമൈൻഡർ ആരിനേക്കാൾ? ഡിവൈസറിനേക്കാൾ ലെസ് ആയിരിക്കും. സോ ദർ ഇസ് എ കണ്ടീഷൻ. ദാറ്റ് കണ്ടീഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിമൈൻഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ലെസ് ദാൻ ഡിവൈസർ. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള തന്നെ. ഈ കണ്ടീഷൻ ചിലപ്പോൾ ബോർഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, എ ഈസ് ഈക്വൽ ടു BQ + R എന്ന് പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ ചോദിക്കും. ഈ കണ്ടീഷൻ തെറ്റിച്ചെഴുതും. എങ്ങനെ എഴുതാം? തിരിച്ചിടാം. ആർ ഈ ഗ്രേറ്റർ സിമ്പിൾ ഇങ്ങോട്ട് ഇടും. അപ്പോൾ അവിടെ തെറ്റാവും. റിമൈൻഡർ എപ്പോഴും എങ്ങനെയാകത്തുള്ളൂ? എയ്തർ ഈക്വൽ ടു 0 ഓർ ഗ്രേറ്റർ ദാൻ 0, അങ്ങനെ വരത്തുള്ളൂ. നോക്കൂ, ഇവിടെ 0-നേക്കാൾ ബിഗ്ഗല്ലേ വന്നേക്കണത്. അല്ലാത്തൊരു കേസ് വരത്തില്ല. പക്ഷേ ഡിവൈസറിനേക്കാൾ റിമൈൻഡർ ചെറുതായിരിക്കും. ഇപ്പോൾ മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. റിമൈൻഡർ ഈസ്, യു ഹാവ് ടു റീഡ് ലൈക്ക് റിമൈൻഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഈ രണ്ട് സിമ്പിളും കൂടെ ഒരുമിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ബട്ട് ലെസ് ദാൻ ദ ഡിവൈസർ ബി. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ തിയറം യൂസ് ചെയ്ത് നമുക്ക് ഇത് യൂക്ലിഡ്സ് ഡിവിഷൻ ആൽഗരിതം എന്നാണ് അറിയപ്പെടുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു മാർക്കിന് ഈ തിയറം സ്റ്റേറ്റ് ചെയ്യാനും ചോദിച്ചെന്ന് വരാം. അപ്പോൾ തിയറം സ്റ്റേറ്റ് ചെയ്യാനും ഇതിനകത്തുനിന്ന് പഠിച്ചു വെക്കണം. ദാറ്റ് ഈസ്, ഗിവൻ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് P and Q, there exist unique integers Q and R satisfying A is equal to BQ plus R, where R greater than or equal to 0 less than B. റൈറ്റ്. അപ്പോൾ ഈ തിയറം സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചാലും ഈ ക്വസ്റ്റിന് ആൻസർ എഴുതേണ്ടി വരും. ഇനി ഈ തിയറം, അതായത് യൂക്ലിഡ്സ് ഡിവിഷൻ ആൽഗോരിതം ബേസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? HCF ഓഫ് ഗിവൻ നമ്പേഴ്സ്. അപ്പോൾ എന്താണ് HCF? അപ്പോൾ അതൊന്ന് പറഞ്ഞു തരാം. HCF മീൻസ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതും നിങ്ങൾ പണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ മറന്നിട്ടുണ്ടാവാം. എനിവേ നമുക്ക് നോക്കാം. HCF highest common factor. See these numbers, 6. What are the factors of 6? You know it is 1, 2, 3, 6. ഇതൊക്കെ തന്നെയാണല്ലോ ഇതിൻ്റെ ഫാക്ടേഴ്സ്. Now look at 12. What are its factors? 1, 2, 3, 4, 6. കറക്റ്റാണല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയുണ്ട്? സി, ഇത് കോമൺ ആണ്. This one is common. This one is also common. This number is also common. പക്ഷേ ഇതിൽ ഹയസ്റ്റ് കോമൺ ആരാണ്? പറയൂ. 6 ആണ് ഹയസ്റ്റ് കോമൺ, റൈറ്റ്. അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആരാണ്? HCF ഓഫ് 6, 12 6 ആണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ നമ്പർ പോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ നമ്പർ തന്നിട്ട് ക്വസ്റ്റ്യൻ തരും. ഫൈൻഡ് HCF ഓഫ് ദി ഗിവൻ നമ്പേഴ്സ് യൂസിങ് യൂക്ലിഡ്സ് ഡിവിഷൻ ആൽഗരിതം എന്ന് ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് നമുക്ക് 1-2 എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബുക്കിലേക്കുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സാമ്പിൾ, ആ നമ്പേഴ്സ് ഒന്ന് പറയൂ. ആ നമ്പർ ഒന്ന് പറയൂ. ആ നമ്പർ പറയൂ, ഉറക്കെ പറയൂ. ആ നമ്പർ പറയൂ.
HCF കാണാനുള്ള നമ്പർ? ആ, അല്ലെങ്കിൽ രണ്ട് നമ്പർ കണ്ടുപിടിച്ച് എന്നോട് പറയൂ. അപ്പോഴത്തേക്കും ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 24ഉം ആ നമ്പർ നോക്കിയിട്ട് വരൂ. അപ്പോൾ ഞാൻ വേറെ നമ്പർ കാണാം. ആ നമ്പർ ഏതാണെന്ന് നോക്കൂ. 24ഉം 46ഉം. അപ്പോൾ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നത്? യൂക്ലിഡ്സ് ഡിവിഷൻ ആൽഗരിതം വെച്ചിട്ട് നമ്മൾ ഏത് കണ്ടുപിടിക്കാൻ പോവുക? HCF കാണാൻ പോവുകയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ബിഗ്ഗർ നമ്പർ ഏതാണെന്ന് നോക്കുക. ഇതിൽ ബിഗ്ഗർ നമ്പറിനെ നമ്മൾ ഡിവിഡൻ്റ് ആയിട്ടും സ്മാളർ നമ്പറിനെ ഡിവൈസറായിട്ടും എടുക്കുക. സോ ദ ബിഗ്ഗർ നമ്പർ ഇസ് ഇറ്റ് ഇസ് 46 ഗ്രേറ്റർ ദാൻ 24. ഇനി നമ്മളിത് A is equal to BQ plus R ഫോർമാറ്റിൽ എഴുതിയിട്ട് എപ്പോഴാണോ റിമൈൻഡർ 0 ആകുന്നത് ദ ലാസ്റ്റ് ഡിവൈസർ ആയിരിക്കും അതിൻ്റെ HCF. അപ്പോൾ നമുക്കതിന് ഈ ഡിവിഷൻ ഇങ്ങനെ കണ്ടിന്യൂഡ് ഡിവിഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിതിവിടെ എഴുതാൻ പറ്റും. നോക്കൂ, കണ്ടിന്യൂഡ് ഡിവിഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, മറന്നുപോയി കാണും. എന്താ ഇങ്ങനെ എത്ര ടൈംസ് പോകും ഇത്? 124, റൈറ്റ്? 2, ദിസ് ഓൾസോ 2. ഇനി എന്ത് ചെയ്യണം? ഈ റിമൈൻഡർ ഡിവൈസറായിട്ടും ഡിവൈസർ ഡിവിഡൻ്റ് ആയിട്ടും വരും. 24 നോക്കൂ, 24ൽ 22 1 ടൈം 22. വാട്ട് ഈസ് ദ റിമൈൻഡർ? 2. റിമൈൻഡർ 0 ആകുന്നത് വരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ റിമൈൻഡർ ഡിവൈസറും ലാസ്റ്റ് ഡിവൈസർ ഡിവിഡൻ്റ് ആയിട്ടും എഴുതുക. 22 ഹൗ മെനി ടൈംസ്? 11. ഇറ്റ് ഈസ് 22 0. എന്നിട്ട് ഇങ്ങനെ എഴുതുന്നതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ വലിയ നമ്പേഴ്സൊക്കെ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സ്റ്റെപ്പ് പോയിരുന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് കുറേ സമയം എടുക്കും. അതിനേക്കാൾ ഈസി ഈ കണ്ടിന്യൂ ഡിവിഷൻ ചെയ്താൽ ഡിവിഡൻറ്റ് ഡിവൈസർ ഡിവിഡൻറ്റ് ഡിവൈസർ ഡിവിഡൻറ്റ് ഡിവൈസർ ഇതിൻ്റെ താഴെ വരുന്ന റിമൈൻഡർ ഈസി ആയിട്ട് നമുക്ക് നോക്കി എഴുതാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫസ്റ്റ് എഴുതേണ്ടത് ഇതാണ്. അപ്ലൈയിങ് ഫസ്റ്റ് റൈറ്റ് ദിസ് 46 greater than 24, then write applying Euclid's division lemma. See, ഈ ലെമ്മ എന്ന് പറഞ്ഞാൽ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ ആൽഗരിതം തന്നെ. ലെമ്മ ഈസ് എ പ്രൂവൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ടു പ്രൂവ് another സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ യു ക്യാൻ റൈറ്റ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ 46 ദാറ്റ് ഈസ് ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ 24 ഇൻറ്റു കോഷ്യൻ്റ് ഇസ് 1 പ്ലസ് റിമൈൻഡർ 22, റൈറ്റ്? നെക്സ്റ്റ് ഈ ഡിവൈസർ ഡിവിഡൻ്റ് ആയിട്ട് എഴുതണം. ദാറ്റ് ഈസ് 24 ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ ഈസി ആയിട്ട് എഴുതാം. വാട്ട് ഇത് വരും കണ്ടോ? ഈ ഡിവൈസർ ഇവിടെ ഡിവിഡൻ്റ് ആകുന്നു, റിമൈൻഡർ ഇവിടെ വരും ഡിവൈസറായിട്ട്. 22 ഇൻറ്റു വാട്ട് ഈസ് ദ കോഷ്യൻ്റ് ദെയർ? ഇറ്റ് ഈസ് ഓൾസോ 1 പ്ലസ് വാട്ട് ഈസ് ദ റിമൈൻഡർ? 2. ഓക്കെ, നൗ 22 ഈക്വൽ ടു വാട്ട് ഈസ് ദ ഡിവൈസർ ഹിയർ? 2 ഇൻറ്റു കോഷ്യൻ്റ് ഇസ് 11 പ്ലസ് റിമൈൻഡർ ഇസ് 0. അപ്പോൾ നമ്മളുടെ റിമൈൻഡർ 0 ആയാൽ ലാസ്റ്റ് ഡിവൈസർ ആയിരിക്കും HCF. അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിത് എഴുതുമ്പോഴും യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്ന് എഴുതി പോകുന്നതിന് പകരമാണ് ഞാൻ എല്ലാം കൂടെ ചേർത്തങ്ങ് എഴുതിയത്. ശരിക്കും അങ്ങനെ ഓരോ ലൈനിലും എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് എഴുതേണ്ടത്. എനിവേ, അപ്പം നമുക്ക് ആൻസർ എഴുതാം. HCF ഓഫ് 46 അല്ലെങ്കിൽ 24,46 ഇസ് 2. അപ്പോൾ ഈ മെത്തേഡിലാണ് നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്ത് HCF ഓഫ് ഗിവൻ നമ്പേഴ്സ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് അറ്റ് എ ടൈം ഒരു സമയത്ത് 2 നമ്പറിൻ്റെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് 3 നമ്പർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 നമ്പറിൻ്റെ HCF നമുക്കിവിടെ കിട്ടുമല്ലോ. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ 2 എന്ന് കിട്ടി. പിന്നെ ഈ 2ഉം ആ 3rd നമ്പറും കൂടെ വെച്ച് ചെയ്താൽ ഇതേമാതിരി ചെയ്താൽ അടുത്തത് കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ലാതെ ഇത് HCF ഓഫ് 2 നമ്പേഴ്സ് മാത്രമല്ല, അതിൽ കൂടുതൽ നമ്പേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മെത്തേഡ് ഇതിനകത്ത് 2 മെത്തേഡ് നിങ്ങൾക്ക് HCF കാണാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡും ഒന്ന് യൂക്ലിഡ്സ് ഡിവിഷൻ മെത്തേഡും. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഞാനത് വീണ്ടും പറയുന്നത്, ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ HCF യൂസിങ് യൂക്ലിഡ്സ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ മെത്തേഡിൽ തന്നെ ചെയ്താലേ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ വേറൊരു മെത്തേഡ് അവിടെ പറയാത്ത മെത്തേഡ് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് നിങ്ങൾ മാർക്ക് തന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല. എപ്പോഴും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, നോ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി എൻ്റെ ഒരു ചെറിയ മൊബൈൽ ഫോൺ വെച്ചിട്ട് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ ഒരു പ്രൊഫഷണൽ ലെവലിലൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിങ്ങനെ കുറച്ച് കുട്ടികൾ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. 55ഉം 210ഉം ആണ്. അപ്പോൾ ഇതിലേതാ ഗ്രേറ്റർ നമ്പർ? 210 ആണ്. സോ യു ക്യാൻ റൈറ്റ് 210 ഗ്രേറ്റർ ദാൻ 55. ഓക്കെ, നൗ നമുക്ക് കണ്ടിന്യൂഡ് ഡിവിഷൻ ചെയ്തിട്ട്
യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഫോമാറ്റിൽ എഴുതാം. കണ്ടിന്യൂ ഡിവിഷൻ 210 divided by 55, right? How many times? 3. Okay, 55 into 3 multiply 165, right? Subtract 10 minus 5, 5. This is 10, 10 minus 6, 4. Okay, ഇനി ഈ റിമൈൻഡർ ഡിവൈസർ ആയിട്ട് വരും. ഡിവൈസർ ഡിവിഡൻഡ് ആവും 55, right? 55 45 എത്ര ടൈംസ് ആണ് പറയൂ? ഇറ്റ് ഇസ് സിമ്പിൾ, ഇറ്റ് ഇസ് 1 time. 1 45, റിമൈൻഡർ 10, റൈറ്റ്? ഇനി എന്ത് ചെയ്യണം? 45 വീണ്ടും ഡിവിഡൻ്റ് ആയിട്ട് എഴുതുക. 45 എത്ര ടൈംസാ? 10 4 ടൈംസ്. എല്ലാവർക്കും അറിയാം 4 40. 10 ഒക്കെ വന്നാൽ എല്ലാവർക്കും ഭയങ്കര ഈസി ഇൻട്രസ്റ്റുമാണ്. 5 വീണ്ടും ലാസ്റ്റ് ഡിവൈസർ എന്തായിട്ട് എടുക്കണം? ഡിവിഡൻ്റ് ആയിട്ട് 10 2 times 10, റിമൈൻഡർ 0 ആയല്ലോ. അപ്പോൾ റിമൈൻഡർ 0 ആകുമ്പോൾ ലാസ്റ്റ് ഡിവൈസറാണ് നമ്മളുടെ HCF. അപ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്ത് കാണിച്ചിട്ടിട്ട് പോരാ, ഇവിടെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്ലൈയിങ് Euclid's division lemma or algorithm. രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. 210 equal to 55 into 3 plus 45, റൈറ്റ്? നെക്സ്റ്റ് ഇതേ കണ്ട, ഇതിവിടെ 55 equal to 45 into 1 plus remainder 10. ഇത് നോക്കിയാണ് ഞാനും ഈസി ആയിട്ട് എഴുതുന്നത്. നെക്സ്റ്റ് 45 equal to, what is the divisor? 10 into quotient 4 plus remainder 5, right? Next 10 equal to, what is the divisor there? 5 into 2 quotient plus remainder. See, the remainder is 0. Then what is the HCF? 5. കണ്ടോ? അപ്പോൾ റിമൈൻഡർ 0 വരുമ്പോൾ ലാസ്റ്റ് ഡിവൈസർ ഇസ് ദ HCF. ഇത്രയും സിമ്പിളാണ്. HCF ഓഫ് 55 210 is 5. ഇങ്ങനെ ആൻസർ കൊടുക്കണം. അപ്പോൾ ഈ മെത്തേഡ് പറഞ്ഞിരിക്കുന്നെങ്കിൽ ഈ മെത്തേഡിൽ തന്നെ ചെയ്യുക. അത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എക്സസൈസ് നമ്പർ 1.1 ഫൈൻഡ് ദ HCF യൂസിങ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 135 225. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഇവിടെ നോക്കുക, വിച്ച് നമ്പർ ഇസ് ഗ്രേറ്റർ? ഇറ്റ് ഇസ് 225. 225 ഗ്രേറ്റർ ദാൻ 135. അപ്പോൾ ഇത് ഡിവിഡൻഡ്, ഇത് ഡിവൈസറായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കൂ. 225 ഡിവൈഡഡ് ബൈ 135. ഹൗ മെനി 135s ആർ ഇൻ 225? എത്ര ടൈംസ് പോകും പറയൂ? 2 ടൈം പോകുമോ? ഇല്ല, 1 ടൈം. സോ 1 ടൈം 135. റിമൈൻഡർ സബ്ട്രാക്ട് 12 minus 3 is 9. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇത് ഡിവിഡൻഡ്, ലാസ്റ്റ് ഡിവൈസർ ഡിവിഡൻഡ് ആയിട്ട് എടുക്കുക. 135 90 1 ടൈം, റൈറ്റ്? 90 സബ്ട്രാക്ഷൻ തെറ്റിപ്പോലെ കേട്ടോ. അവിടെ തെറ്റിയാൽ നമ്മുടെ HCF മാറിപ്പോവും. 5 ഇത് 13 minus 4 is 4, റൈറ്റ്? 45 വീണ്ടും നമ്മൾ ഡിവൈസറായിട്ട് എടുക്കുന്നു. 90യെ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് എടുക്കുന്നു, കറക്റ്റ്? ഹൗ മെനി ടൈംസ്? 290. ഓക്കെ, we get the remainder as 0. Anyway, so we can write applying. ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ 225 equal to 135 into 1 plus remainder 90. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതുക? 135 equal to 90 into 1 plus remainder 45, right? Next 90 equal to 45 into 2 plus remainder 0. Okay, remainder 0 ആയി. നമ്മുടെ HCF ആരാണ്? 45, right? HCF of 135, 225 is 45. ഇങ്ങനെ ആൻസർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ. നമ്പർ ഒന്ന് വായിച്ചേ. 196. നെക്സ്റ്റ് നമ്പർ ഇസ് 382220. ഓ, ഇതാണ് നമ്മൾക്ക് HCF കാണാൻ തന്നിരിക്കുന്ന നമ്പർ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ വിച്ച് നമ്പർ ഇസ് ഗ്രേറ്റർ? 382220 ഗ്രേറ്റർ ദാൻ 196. ഓക്കെ, ഇത് കുറച്ച് വലിയ നമ്പറാണ് അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്താ വരുന്നത് നോക്കൂ, ഡിവിഷൻ ചെയ്ത് നോക്കാം. 382220 ഡിവൈഡഡ് ബൈ 196. ലോങ് ഡിവിഷൻ തന്നെ ചെയ്ത് നോക്കേണ്ടി വരും, ബിക്കോസ് ഇറ്റ്സ് എ വലിയ നമ്പറാണ്. 196 ഇതിനകത്ത് എത്ര ടൈംസ് പോകും? 196 into 2 വരുമ്പോൾ ഇതിനേക്കാൾ ഗ്രേറ്റർ ആവും. 1 ടൈമിൽ പോകും. 196, റൈറ്റ്?
12 minus 6 is 6. Then 17. 17 minus 9, 8. അടുത്തത് 2 minus 1, 1. Okay. 186 next number. 1862ൽ 196 ഓൾമോസ്റ്റ് ഒരു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് നമ്പർ, ഒരു അപ്രോക്സിമേറ്റ് നമ്പർ കൊണ്ട് 196നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. കാരണം ഒറ്റ സ്ട്രെച്ചിന് നമുക്കിത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകുമ്പോൾ 196 × 5 ചെയ്ത് നോക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും ബിഗ്ഗർ നമ്പർ 9 ആണ്. 10 വരുമ്പോൾ നമുക്ക് മനസ്സിലാവും 1960 ആണെന്ന്. അപ്പോൾ അതല്ല, അപ്പോൾ അതിന് താഴെയുള്ള നമ്പർ മാക്സിമം നമ്മൾ ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ദ ഈസി മെത്തേഡ്. 196 × 9. 8. റൈറ്റ്. അപ്പോൾ 9 ടൈംസ് ഓക്കെ ആണ്. 9 ടൈംസ് 1764 ആണ്. 8 റിമൈൻഡർ. ഇവിടെ 5, 15. 15 മൈനസ് 6 എത്രയാണോ? 9. റൈറ്റ്. ഇപ്പോൾ ഓക്കെ. 98. അടുത്ത 0. 196 എത്ര ടൈംസ് 98ൽ പോകും നോക്കുക. ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ട് ആയിരിക്കുമല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് നമ്പർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 എൻഡിൽ വരുമെന്ന് നോക്കുന്ന ഒരു ഐഡിയയാണ്. അപ്പോൾ 196 × 5 ചെയ്ത് നോക്കുക. റൈറ്റ്. 980 വരുന്നുണ്ട്. ഇറ്റ് ഈസ് 5. കണ്ടോ? ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഇച്ചിരി വലിയ നമ്പറായിപ്പോയി. അപ്പോൾ നമ്മളവിടെ എന്തെഴുതുക? അപ്ലൈയിങ്. ഒരു സ്റ്റെപ്പിൽ തന്നെ കഴിഞ്ഞു. അത്രയും സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. അപ്ലൈയിങ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ 38220 ഗ്രേറ്റർ ദാൻ 196. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി എഴുതി. അപ്പോൾ ഡിവിഡൻറ്റ്, ഇതാണ് ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇസ് 196 ഇൻറ്റു നമ്മുടെ ക്വോഷ്യൻ്റ് എത്രയാണ്? 195 + 0. നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ കഴിഞ്ഞു. അപ്പോൾ വാട്ട് ഇസ് ദ HCF? ഈ രണ്ട് നമ്പറിൻ്റെ HCF ഓഫ് 196, 38220 ഇസ് 196. ഈ ക്വസ്റ്റ്യൻ ഒറ്റ സ്റ്റെപ്പിൽ കഴിഞ്ഞു. നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 867. അപ്പോൾ അതാണ് ബിഗ് നമ്പർ. അതിനെ നമ്മൾ ഡിവിഡൻ്റായിട്ട് എടുത്തു. ഇനി നമുക്ക് കണ്ടിന്യൂ ഡിവിഷൻ ചെയ്യാം. അവിടെ ഇരിക്കൂ. കണ്ടിന്യൂഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 867 ഡിവൈഡഡ് ബൈ 255. ഓക്കെ. 26 അപ്രോക്സിമേറ്റ് 3 × 2 6, 4 × 2 8. അത്രയും പോകത്തില്ല, കാരണം ഇത് 55 ഉണ്ട്. അപ്പോൾ 3 ടൈംസ് അപ്രോക്സിമേറ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 255 × 3. ഓക്കെ, ഇറ്റ് ഈസ് 765. സബ്ട്രാക്ട് ചെയ്യൂ. 201 102. അപ്പോൾ ഇത് വീണ്ടും ഡിവൈസറായിട്ട് എടുക്കുക. 255 ഡിവിഡൻ്റ് ആക്കുക. എത്ര ടൈംസ് പോകും 255ൽ 102? 2 ടൈംസ് അല്ലേ പോകത്തുള്ളൂ. 2. അപ്പോൾ 2 ടൈംസ് പോകുമോ? 2. യെസ്, 204. കറക്റ്റ് അല്ലേ ഇടൂ? അയാൾ പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ 5 - 4 1, 5 - 0 50. ഓക്കെ, റൈറ്റ്. നൗ 102നെ വീണ്ടും ഡിവിഡൻ്റായിട്ട് എടുക്കുക. ഹൗ മെനി ടൈംസ്? ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ആണ് അല്ലേ? അപ്പോൾ 51 102. റിമൈൻഡർ 0 ആയി. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ എന്ത് എഴുതാം? അപ്ലൈയിങ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ 867 equal to 255 into 3 plus remainder 102. Right. Again 255 equal to 102 into 2 plus 51. Right. Again 102 equal to 51 into 2 plus 0. See, remainder 0 I, last divisor is 51. So you can write HCF of 867. ഞാൻ ഈസിക്ക് അങ്ങനെ പറയുന്നത് നിങ്ങളങ്ങനെ പറയാൻ പാടില്ല. 255 ഇസ് 51. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 നമ്പർ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും നേരം നമ്മൾ ചെയ്തു. അപ്പോൾ ചില കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരുന്നുണ്ട്, ഇത് 3 നമ്പറിന് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാനൊരു 3 നമ്പർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ചെറിയ നമ്പേഴ്സ് കാണിച്ചു തരാം. വലിയ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് കുറേ സമയം എടുക്കും. അപ്പോൾ ചെറിയ നമ്പർ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ HCFും LCയും കാണുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കാറുണ്ട്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുമ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, പിന്നെ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ്, RRB, റെയിൽവേ, അങ്ങനെയുള്ള എക്സാംസ് എഴുതാൻ പോകുമ്പോൾ, ടെസ്റ്റ് എഴുതാൻ പോകുമ്പോൾ ഈ HCF കാണുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ
വേർഡ് പ്രോബ്ലമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ഞാനൊരു 3 നമ്പേഴ്സിൻ്റെ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 24, 46 ആൻഡ് അനദർ നമ്പർ ഈസ് 82. 3 നമ്പേഴ്സ് ഈ മെത്തേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും 2 നമ്പറിൻ്റെ ആദ്യം കാണുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. അപ്പോൾ ഇതും അങ്ങനെയൊന്നുമില്ല, ഏതെങ്കിലും 2 നമ്പറിന് നമുക്ക് നോക്കാം. ഇത് തന്നെ ആദ്യം ചെയ്യാം, നോ പ്രോബ്ലം. എങ്ങനെയായാലും ആൻസർ സെയിം തന്നെ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്? 46 അല്ലേ ഗ്രേറ്റർ ദാൻ 24? ഓക്കെ, അതിനെ എടുക്കുക. അപ്പോൾ ഇതിന് പ്ലെയിൻ യൂക്ലിഡ്സ് ഡിവിഷൻ ബൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ 2 m ഉണ്ട്. 46 ഈക്വൽ ടു 24 ഇൻറ്റു 1 പ്ലസ് റിമൈൻഡർ എത്ര വരും ഇവിടെ? എത്ര വരും? 46 24 മൈനസ് ചെയ്ത് നോക്കൂ. 22. ഓക്കെ, 22. എഗെയിൻ നമ്മൾ ആരെ എഴുതണം ഇവിടെ? 24 ഈക്വൽ ടു റിമൈൻഡർ 22 ഇൻറ്റു എത്ര ടൈംസ് പോവും? 1 ടൈം പ്ലസ് റിമൈൻഡർ 2, റൈറ്റ്? Again 22 equal to 2 into 22 11, right? 2 into 11 plus remainder എന്തായി അവിടെ? 0 ആയി. അപ്പോൾ ഈ 2 നമ്പറിൻ്റെ HCF ഏതാ വരുന്നത്? 2 ആണ്. ഓക്കെ, അപ്പോൾ HCF ഓഫ് 24,46 is 2. അപ്പോൾ ഈ 2 നമ്പറിൻ്റെ HCF നമുക്ക് 2 കിട്ടി. ഈ HCFും അടുത്ത നമ്പറും കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്, 2 and 82. അപ്പോൾ നോക്കൂ, 82 ഗ്രേറ്റർ ദാൻ 2 ആണല്ലോ. സോ ഇവിടെ നമ്മൾ അതേപോലെ ബൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ 82 ഈക്വൽ ടു 2 ഇൻറ്റു ഹൗ മെനി ടൈംസ് 82 പോകും? വേം പറയും. 2 ഇൻറ്റു ഈസി അല്ലേ? 2ൻ്റെ മൾട്ടിപ്പിൾ ഭയങ്കര ഈസി അല്ലേ? ഇറ്റ് ഇസ് 41 പ്ലസ് 0. കണ്ടോ, കഴിഞ്ഞു, ഒറ്റ സ്റ്റെപ്പിൽ കഴിഞ്ഞു. അപ്പോൾ HCF എത്ര വരുന്നത്? 2. അപ്പോൾ ഈ ഗിവൺ നമ്പേഴ്സ്, അതായത് 3 നമ്പേഴ്സിൻ്റെയും HCF എന്ന് പറയുന്നത് HCF ഓഫ് 24,46,82 is 2. ഇങ്ങനെ ആൻസർ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് 2 നമ്പറിൻ്റെ കാണുക, ആ HCFും അടുത്ത നമ്പറും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് മൂന്നാമത്തെ നമ്പറിൻ്റെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3 നമ്പേഴ്സിൻ്റെ HCF കാണുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞൊന്ന് മനസ്സിലായല്ലോ. ഇനി അപ്പോൾ HCFിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്പർ തന്നിട്ട് ഡയറക്റ്റായിട്ട് HCF കാണാൻ പറയും, അല്ലെങ്കിൽ അത് വേർഡ് പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് വരാറുണ്ട്. അപ്പോൾ വേർഡ് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ LCM കൂടെ വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ LCM കൂടെ എടുത്ത് കഴിയുമ്പോൾ അതിനൊരു എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പറഞ്ഞു തരാം. ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോം 6q plus 1, 6q plus 3 or 6q plus 5 where q is some integer. ഓക്കെ, അപ്പോൾ നമുക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അല്ലെങ്കിൽ ആൽഗരിതം വെച്ച് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇവിടെ നോക്കൂ, ഡിവൈസർ എത്രയാണ് ഈ കേസിൽ? 6 ആണ്. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് a b any positive integer. Okay, and what is b here? Divisor is 6. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡിവൈസർ മാറ്റി മാറ്റി തരും. ആ ഡിവൈസർ മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ദെൻ ബൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ there exist unique integers q and r such that a is equal to actually bq plus r. What is b here? 6. So you can write 6q plus r. ഇതിന് ആറിൻ്റെ കണ്ടീഷൻ എഴുതിയാൽ റിമൈൻഡർ എപ്പോഴും എന്ത് വരും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ ദ ഡിവൈസർ ദാറ്റ് 6. അപ്പോൾ ഇവിടുത്തെ ഡിവൈസർ 6 ആണ്. സോ ദ പോസിബിൾ റിമൈൻഡേഴ്സ് ആർ, സോ ആർ ഈക്വൽ ടു ഏതെല്ലാം വരാം? 0, 1, 2, 3, 4, 5. ഇത്രയേ ഉള്ളൂ. ഇനി ഓരോ കേസിലും റിമൈൻഡർ 0 ആകുമ്പോൾ ഇവിടെ നോക്കൂ, ഈ റിമൈൻഡറിന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഓടും ഈവനും സെപ്പറേറ്റ് ഒരുമിച്ച് ഒരു സ്റ്റെപ്പിൽ എഴുതാൻ പോവുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു ഓട് മാത്രമാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റിന് ഓട് മാത്രം കാണിച്ചാൽ മതി, അതായത് 1ഉം 3ഉം 5 മാത്രം നമ്മൾ എടുത്ത് ചെയ്താൽ മതി. പക്ഷേ 3 മാർക്ക് ക്വസ്റ്റിന് നമ്മൾ ഓട് ഈവൻ സെപ്പറേറ്റ് തന്നെ ചെയ്ത് കാണിക്കേണ്ടി വരും. വെൻ ആർ ഈക്വൾ ടു 0, 2, 4 ഈ 3 കേസ് എടുക്കുക. ദെൻ എ ഈക്വൾ ടു എത്ര വരുമെന്ന് പറയൂ? എ ഇസ് ഈക്വൾ ടു ഇവിടെ വെറുതെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ഈ റിമൈൻഡറിൻ്റെ പ്ലേസ് 6q plus 0 ഇതല്ലേ വരുന്നത്.
വാട്ട് ഈസ് 0 അവിടെ എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ 6q + 0 ഈസ് 6q, റിമൈൻഡർ 2 വരുമ്പോൾ എന്ത് വരും? 6q + 2. റിമൈൻഡർ 4 വരുമ്പോൾ ഇറ്റ് ഈസ് 6q + 4. ഈ കേസിലെല്ലാം ഈ എ എന്തായിട്ട് വരും? ഒരു ഈവൻ പോസിറ്റീവ് ഇൻറ്റിജർ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ ക്യൂവിന് ഏതെങ്കിലും നാച്ചുറൽ നമ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ. 6 × 1 6, 6 × 2 12, 6 × 3 18. എങ്ങനെ എവിടെയാണെങ്കിലും അതെ 6 × 1 6 + 2 8. ഏത് നമ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും ഇതെന്തേ വരത്തുള്ളൂ? ഒരു ഈവൻ നമ്പറേ വരത്തുള്ളൂ. അപ്പോൾ യു ക്യാൻ റൈറ്റ് വെയർ എ ഈസ് ആൻ ഈവൻ പോസിറ്റീവ് ഇൻറ്റിജർ. ഈവൻ പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ. ഇനി അടുത്തത്, അപ്പോൾ ഈവൻ്റെ കേസിൽ നമ്മൾ ഈവൻ നമ്പേഴ്സ് മാത്രം കൊടുത്തു. ഇനി അടുത്തത് വെൻ r = 0, അടുത്ത റിമൈൻഡേഴ്സ് എഴുതുക. വെൻ r = ഓഡ് നമ്പേഴ്സ് 1 3 5, 1, 3, 5 ഒറ്റ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് സ്റ്റെപ്പ് എഴുതണം. ദെൻ a = 6q + 1, 6q + 3, 6q + 5. ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കൂ. q 6 × 1 + 1 കണ്ടോ 7. ഏത് നമ്പർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും അതൊരു എന്ത് നമ്പറിലേ വരത്തുള്ളൂ? ഒരു ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ. വെയർ എ ഈസ് ആൻ ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതായത് ഈ ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും സെപ്പറേറ്റ് റിമൈൻഡറിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ആൻസർ. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു ലെവൽ, അതായത് ഈ ഡിവൈസർ മാറ്റിയിട്ടിട്ട് തരാം. 6ന് പകരം 4ഓ 8ഓ അങ്ങനെ തരുമ്പോൾ അതനുസരിച്ച് ഈ റിമൈൻഡേഴ്സിൽ മാറ്റം വരും. കാരണം റിമൈൻഡർ ഓൾവേസ് ലെസ് ദാൻ ദ ഡിവൈസർ ആയിരിക്കും. അപ്പോൾ 4 ആണെങ്കിൽ റിമൈൻഡേഴ്സ് ഏതൊക്കെ വരാം? 0 1 2 3 വരെ വരാം. അപ്പോൾ ഇത്രയും എഴുതേണ്ട കാര്യമില്ല. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഒരെണ്ണം പഠിച്ചാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാകുന്നു. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു word problem. An army contingent of 616 members is to march behind an army band of 32 members in a parade. The two groups are to march in the same number of columns. That is the clue. Same number of, what is the maximum number of columns in which they can march? അപ്പോൾ ഈ ക്വസ്റ്റനിൽ HCF ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞു, ഗിവൺ നമ്പേഴ്സ് മാത്രമായിട്ടല്ല എങ്ങനെയും തരാം, ഇതുപോലെ വേർഡ് പ്രോബ്ലം തരും. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇങ്ങനത്തെ ചോദിക്കാറുണ്ട്, ഈ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ടെസ്റ്റിന്. അപ്പോൾ ഇതൊക്കെ പണ്ട് പഠിച്ച ഓർമ്മയില്ല, അത് മറന്നു പോകുന്നു. എന്തായാലും അന്ന് വേറെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ 616ൻ്റെയും 32ൻ്റെയും HCF എടുത്താൽ യു ഗെറ്റ് ദ ആൻസർ. HCF ഇപ്പോൾ ചെയ്യാൻ പഠിച്ചില്ലേ? അപ്പോൾ അതങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അതായത് 4ാമത്തെയും 5ാമത്തെയും ക്വസ്റ്റ്യനും ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി ബോർഡ് എക്സാമിന് 2-3 പ്രാവശ്യം ചോദിച്ചു കണ്ടു. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ, ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അവർ എയിം ചെയ്യാനുള്ള സാധ്യത ഉള്ളതാണ്. അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. നമുക്ക് എന്നാൽ 4th ക്വസ്റ്റ്യൻ 5th ക്വസ്റ്റ്യനോട് ചെയ്താൽ ഈ ഒരു എക്സസൈസ് നമുക്ക് ഫിനിഷ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കൂ. യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ടു ഷോ ദാറ്റ് സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റിജർ ഇസ് എയ്തർ ഓഫ് ദ ഫോം 3m or 3m + 1 for some integer m. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, ഡിവിഷൻ ആൽഗോരിതം നമ്മൾ പഠിച്ചു. അതിൽ പോസിറ്റീവ് ഇൻറ്റിജർ എ ആയിട്ടാണ് നമ്മൾ എടുത്തത്. സോ വി ക്യാൻ റൈറ്റ് ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റിജർ. ലെറ്റ് എ ബി എനി positive integer, comma, then it is of the form, ഏത് ഫോമിലാണ് വരുന്നത്? ഓൾറെഡി പഠിച്ചു. 3q 3q + 1 or 3q + 2. 3q 3q + 1 or 3q + 2. ഈ ഫോമാറ്റിലാണല്ലോ വരുന്നത്. എ പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3m ആണ് കാണിക്കേണ്ടത്. അപ്പോൾ ഈവനും ഓടും ഒക്കെ ഉണ്ട് അതിനകത്ത്. 3q + 1 or 3q + 2. നമ്മൾ ഇതിന് ഷോ ചെയ്യേണ്ടത് സ്ക്വയർ ഓഫ് ആണ്. ഇത് ഈ നമ്പറിൻ്റെ സ്ക്വയർ 3m അല്ലെങ്കിൽ 3m + 1 ഫോമാറ്റിലാണെന്ന്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. വെൻ a = 3q എടുക്കാം. ഓക്കെ, 3qൻ്റെ കേസിൽ a² അപ്പോൾ എത്ര വരും? 9q². ഇതിനെയാണ് നമ്മൾ 3m ആയിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. 3 × 3q². ദാറ്റ് ഈസ് ഈക്വൽ ടു 3m. അപ്പോൾ ഇവിടെ എ ആയിട്ട് വരുന്ന ആരാ? 3q² ആണ്. വേർ m = 3q². ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത കേസിൽ ഏതെടുക്കാം? പിന്നെ a = 3q + 1 എടുക്കാം. 3q + 1 എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്ത്, അപ്പോൾ a² എന്ത് വരും? 3q + 1 the whole square ചെയ്യുക. ഇറ്റ് ഇസ് a + b the whole square ആണ് കേട്ടോ. അപ്പോൾ എന്ത് വരും ആൻസർ? 3q². ഇറ്റ് ഇസ് 9q² + 2ab 6q + 1, റൈറ്റ്.
അപ്പോൾ ഇതിനകത്ത് ഇതിൽ നമ്മൾ ഷോ ചെയ്യേണ്ടത് എന്താണ് 3m+1 എന്നാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് യു ടേക്ക് കോമൺ 3 കോമൺ എടുക്കുക. 3 × 3q² + 2q ക്ലോസ് ദ ബ്രാക്കറ്റ് +1. നോക്കൂ, ഇത് m ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3m+1 വേർ m ഈസ് ഈക്വൽ ടു 3q² + 2q. ഇങ്ങനെ എഴുതണം, m അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ഇതുപോലെ അപ്പം നമ്മളിപ്പോൾ a ഈസ് ഈക്വൽ ടു 3q a ഈസ് ഈക്വൽ ടു 3q + 1 കാണിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് കാണിക്കണം? വെൻ a ഈക്വൽ ടു ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാനില്ലേ, 3q + 2. a ഈസ് ഈക്വൽ ടു 3q + 2. അപ്പോൾ a² എന്ത് വരും? 3q + 2 ദ ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്തേ. a² 9q² + 2ab 2 × 3 6 6 × 2 12q + 2 × square is 4. ഇതിനെ നമ്മൾ ഷോ ചെയ്യേണ്ടത് 3m+1 ആണ്. പക്ഷേ ഇവിടെ 1 ഇല്ല. സോ യു ഫസ്റ്റ് എന്ത് ചെയ്യുക? അതിനെ 4നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 3 + 1 ഇങ്ങനെ എഴുതുക. അപ്പോൾ ഈ 3 ടേം ഒന്ന് നമുക്ക് 3 കോമൺ എടുത്തൂടെ? യു ക്യാൻ ടേക്ക് 3 കോമൺ. അപ്പോൾ 3q² + 4q + 1 ക്ലോസ് ദ ബ്രാക്കറ്റ് +1. ദാറ്റ് ഈസ് ഈക്വൽ ടു 3m+1. ഓക്കെ, വേർ m ഈക്വൽ ടു ഇതാണ് m ആയിട്ട് വരുന്നത് ഈ ടേംസ്. വേർ m ഈസ് ഈക്വൽ ടു 3q² + 4q + 1. റൈറ്റ്? ബോർഡ് നീങ്ങുന്നു തോന്നുന്നു. 3q വേർ m ഈസ് ഈക്വൽ ടു ഈ ടേം 3q² + 4q + 1. അപ്പോൾ നോക്കൂ, നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ? അപ്പോൾ സ്ക്വയർ എന്തായിട്ട് തന്നെ വരുന്നുണ്ട്, either 3m or 3m+1 ഫോമാറ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഈ സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റീജർ കാണിക്കുന്ന പോലെ അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. സ്ക്വയറിന് പകരം ക്യൂബാണ്. അതെങ്ങനെ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ടു ഷോ ദാറ്റ് ക്യൂബ് ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് either ഓഫ് ദ ഫോം 9m+1 or 9m+8. അപ്പോൾ അവിടെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്യൂബാണ് ചെയ്യാനുള്ളത്. അത് അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലെറ്റ് a be any positive integer, then it is of the form 3q + 1 or 3q + 2. So when a equal to 3q, a³ എന്ത് വരും? a³ ഈക്വൽ ടു 27q³. അതിന് നമ്മൾ 9ൻ്റെ മൾട്ടിപ്പിൾ 9 × 3q³ നമുക്ക് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 9m. ഇതാണ് m ആയിട്ട് വരുന്നത്. വേർ m ഈസ് ഈക്വൽ ടു 3q³. ഓക്കെ, അടുത്ത ടേം വെൻ a ഈക്വൽ ടു 3q + 1 എടുക്കുക. 3q + 1 അതിൻ്റെ ക്യൂബ് ചെയ്തേ. a³ ഈക്വൽ ടു 3q + 1 ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഇത് വരുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ഐഡൻറ്റിറ്റി പഠിച്ചില്ലേ, a + b ദ ഹോൾ ക്യൂബ്. വാട്ട് ഈസ് a + b ദ ഹോൾ ക്യൂബ്? എന്താണോ a + b ദ ഹോൾ ക്യൂബ്? വേം പറയാം. ഐഡൻറ്റിറ്റി പഠിച്ചല്ലേ കഴിഞ്ഞ വർഷം? വേം പറയാം, ആൻസർ പറയാം. a³ + 3a² b + 3ab² + b³ ഇവിടെ മൈനസ് ഒന്നുമില്ല, ഇതെല്ലാം എന്ത് തന്നെയാണ്? പ്ലസ്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കൂ, ഇതാണ് a + b ദ ഹോൾ ക്യൂബ്. a³ + 3a² b + 3ab² + b³ ആണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഈ വർഷം നിങ്ങൾ പുതിയതായിട്ട് ഇനി ഐഡൻറ്റിറ്റീസ് ഒന്നും തന്നെ പഠിക്കണില്ല. അപ്പം ലാസ്റ്റ് ഇയറിൽ പഠിച്ചത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി നമ്മളിവിടെ യൂസ് ചെയ്യണം. നോക്കൂ, 3q³ + 3a² b 3 × 3q × 3q × b 1 + 3ab² 3 × 3q × 1 × 1 + b ആരാണ് ഇവിടെ? 1. b is 1 b³ റൈറ്റ്. 3q³ 27q³ + 3 × 3 9 9 × 3 27q² + 3 × 3 9q + 1 റൈറ്റ്. നൗ ഈ 3 ടേമിനെ അങ്ങോട്ട് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ 9 കോമൺ എടുക്കുക. ഓക്കെ, സോ യു ഗെറ്റ് 3q³ + 3q² + q + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെയാണ് m ആയിട്ട് എടുക്കേണ്ടത്. കണ്ടോ, 9m+1. അപ്പോൾ ഇവിടെ m ആരാണ്? വേറെ m ഈസ് ഈക്വൽ ടു 3q³ + 3q² + q. ഇങ്ങനെ നമുക്ക്, അപ്പോൾ ഇത് 9m+1 ആയി. ഇനി ഒരെണ്ണം കൂടെ കാണിക്കണ്ടേ? 3q + 2നെ ഇതേപോലെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്തത് നമുക്ക് അത് ചെയ്യാം. ഓക്കെ, വെൻ a ഈക്വൽ ടു 3q + 2 എടുക്കുക. ഓക്കെ, സോ a³ ഈക്വൽ ടു, നോക്കൂ, ഇത് വെൻ a ഈക്വൽ ടു 3q + 2. അപ്പോൾ a³ എന്ത് വരും? 3q + 2 ദ ഹോൾ ക്യൂബ്. എക്സ്പാൻഡ് ചെയ്യൂ. 3q³
plus 3a square b, 3 into 3q into 3q into 2 plus 3ab square, 3 into a it is 3q into 2 into 2 plus b ൻ്റെ ക്യൂബ്. അപ്പോൾ ആൻസർ എന്ത് വരും? 3q cube is 27q cube plus 3 into 3 9, 9 into 3 27, 27 into 2 54q square plus 3 into 3 9, 9 into 4 36q plus 2 ൻ്റെ ക്യൂബ് is 8. ഇവിടെ നമ്മൾ ഷോ ചെയ്യേണ്ടത് 9m plus 8 ആയിട്ടല്ലേ? 9m plus 1, യെസ് 9m plus 8. സോ ഈ 3 ടേമിനെ ഗ്രൂപ്പ് ചെയ്യുക. ടേക്ക് 9 കോമൺ, യു ഗെറ്റ് 3q ക്യൂബ് പ്ലസ് 6 അല്ലേ? 6 into 9 6q സ്ക്വയർ പ്ലസ് 4q പ്ലസ് 8. കണ്ടോ? ഇതാണ് നമ്മൾ m ആയിട്ട് എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9m പ്ലസ് 8 വെയർ m ഈക്വൽ ടു 3q ക്യൂബ് പ്ലസ് 6q സ്ക്വയർ പ്ലസ് 4q. ഇങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്ക്വയർ ചെയ്യുന്നത് ഇതേപോലെ തന്നെ നമ്മൾ എന്തായിട്ട് ചെയ്യുക? ക്യൂബായിട്ട് ചെയ്യുക. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഇതിൽ ഈ ചാപ്റ്റർ റിയൽ നമ്പേഴ്സിൽ തന്നെ അടുത്ത എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എങ്ങനെയാണ്? കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? മനസ്സിലായോ ഞാൻ ഇന്ന് എന്താ പഠിപ്പിച്ചതെന്ന്? ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സിലെ ഒരു ഫസ്റ്റ് എക്സസൈസ്, അതായത് മെയിനായിട്ട് നമ്മളിന്ന് പഠിച്ചത് HCF കാണാനായിട്ട്, അതായത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ വെച്ച് HCF കാണാനുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തതും പഠിച്ചതും. അപ്പോൾ ഈ കുട്ടി പറയുന്നത് ഈ കുട്ടിക്ക് മനസ്സിലായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉപകാരപ്പെട്ടു എങ്കിൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ സാധാരണ നിങ്ങൾക്കൊരു സാധനം നിങ്ങൾക്ക് ഹെൽപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യും? മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കും. സോ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും പിന്നെ റിലേറ്റീവ്സിനും ആർക്കെങ്കിലും 10th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.